Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. ആൾക്കാർ വരാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓണാക്കാതിരുന്നതാണ് കേട്ടാ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടും 9 പേരാണ് വന്നേക്കുന്നത്. ഇത്ര കൊള്ളാന്നാവോ? ഇത്രയുള്ള ഇത്രയുള്ളെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഓ, കാലത്ത് ഉച്ചക്കന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച ആരും കഴിക്കാത്ത പോലെയുള്ള ആരും മിണ്ടാളല്ല. സ്റ്റാർട്ട് ചെയ്യാം മാഡം. ആ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഓഡിറ്റ് ആണ് എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ. ഒറ്റ പേജ് നമ്മൾ എടുത്തുള്ളൂ. ഒരു പേജില് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് തുടങ്ങിയത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ എന്താ പറയാ, ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണ കണക്കെടുപ്പ് എന്നുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എത്രത്തോളം ഏതൊരു ഓർഗനൈസേഷനും ഏത് ബിസിനസ് സംരംഭത്തിലും അവിടെ നടക്കുന്ന എല്ലാ കാര്യം ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും കണക്കുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന്റെ കൃത്യത പരിശോധിക്കുക അല്ലെ, അത് എത്രത്തോളം പ്രിസൈസ്ഡ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം അക്യുറേറ്റ് ആയിട്ടാണ് അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് എൻഷുർ ചെയ്യുക അല്ലെങ്കിൽ അസസ് ചെയ്യുക. അതൊക്കെയാണ് ഓഡിറ്റിംഗ് എന്ന് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ മെഡിക്കൽ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു ചെറിയ ഭാഗത്ത്, അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓഡിറ്റിംഗ് ചെയ്യുന്നതിലേക്ക് ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹോസ്പിറ്റൽസിനകത്ത് അതായത് മെഡിക്കൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഓർഗനൈസേഷനിൽ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യുക, അസസ്മെന്റ് ഓഫ് എവറിഥിങ്. എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ ഓഡിറ്റ് ചെയ്യുക, അസസ് ചെയ്യുക, ക്രിട്ടിക്കൽ ആയിട്ട് അസസ്മെന്റുകൾ നടത്തുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരൊരു സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡിലേക്ക് എല്ലാ പെർഫോമൻസുകളും എത്തുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഓഡിറ്റിംഗിന്റെ പ്രത്യേകത. ഇതില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ അതായത് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഹോസ്പിറ്റൽസിലൊക്കെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അതാണ്. അതായത് ഹോസ്പിറ്റൽസിലെ ഏത് മേഖലകളിലായിക്കോട്ടെ അതിനകത്ത് എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ്, ആക്യുറസി, ക്വാളിറ്റി കെയർ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം അസസ് ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇതിന്റെ ഓവറോൾ. ഈ ചാപ്റ്ററിന്റെ തന്നെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ സമ്മറൈസ് ചെയ്താൽ അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത്. ഈ ചാപ്റ്റർ ഇത്രയും വലിച്ചു നീട്ടിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഓവറോൾ നമ്മൾ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സമറൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് മീൻസ് ദ പ്ലാനിങ് ആൻഡ് ഡെലിവറി ഇവാലുവേഷൻ ഓഫ് എവറി സർവീസസ് ആൻഡ് ഓൾസോ ഇറ്റ്സ് ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, ക്വാളിറ്റി, ഇതെല്ലാം തന്നെ വിതിൻ ദ ഗിവൺ റിസോഴ്സസ്, നമുക്ക് തന്നിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് വാല്യൂ ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റിംഗിന്റെ പ്രത്യേകത ഉള്ളത്. അല്ലെങ്കിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അതാണ്. അതോട് ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒന്നാമത്തെ ആ ഡെഫിനിഷനിൽ ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. അത് തന്നെയാണോ അണ്ടർലൈൻ ചെയ്തേക്കണേ? അല്ലാത്തവര് അല്ലെങ്കിൽ ചെയ്യാത്തവര് നിങ്ങളൊന്ന് വേഗം ഒന്ന് ചെയ്യാട്ടോ. എ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് ദ planning, delivery and evaluation of services with regard to the efficiency, effectiveness and quality within given resources എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ തൊട്ട് താഴെ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് തുടങ്ങിയിട്ടുണ്ട്. ഇൻ ദ ഹെൽത്ത് കെയർ പ്രോസസ് യൂസ്ഡ് ബൈ ഹെൽത്ത് പ്രൊഫഷണൽസ്, അതായത് ആരോഗ്യപരമായിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന ആ വിദഗ്ധരായിട്ടുള്ള എല്ലാവരും അവര് എസ്റ്റിമേറ്റ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്വാളിറ്റി കെയർ റിഫൈൻ ചെയ്യുന്നു. റിഫൈൻ ചെയ്യുന്ന പറഞ്ഞാൽ ശുദ്ധീകരിക്കുക എന്ന് വെച്ചാൽ കൃത്യമായ നല്ല രീതിയിലുള്ള ഒരു ശുദ്ധീകരിച്ച രീതിയിലുള്ള ഒരു കെയറിങ് പേഷ്യൻസിന് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ കൊടുക്കുക. അതിനെ കുറിച്ചിട്ട് ഇവാലുവേഷൻ നടത്തുന്നു. ആരും നടത്തുന്നു? പ്രൊഫഷണൽസ്, അതായത് വിദഗ്ധരായിട്ടുള്ള അതിന് ആരോഗ്യപരമായ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ അത് ഇവാലുവേറ്റ് ചെയ്ത് നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓഡിറ്റിംഗ് എന്ന് വിളിക്കുക. ആ ഓഡിറ്റും അണ്ടർലൈൻ ചെയ്യാം. ഓഡിറ്റ് ഇൻ ഹെൽത്ത് കെയർ ഈസ് എ പ്രോസസ് യൂസ്ഡ് ബൈ ഹെൽത്ത് പ്രൊഫഷണൽസ് ടു estimate, evaluate and refine quality care in a systematic way.
പേഷ്യൻസിന്റെ ക്വാളിറ്റി കെയർ ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ അതിനെ വിലയിരുത്തുക, അത് റിഫൈൻ ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ്. ആരാ ഉപയോഗിക്കുന്ന? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. അപ്പൊ ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് ഓഡിറ്റിംഗ്. എന്തിനു വേണ്ടിയിട്ടാ ഓഡിറ്റിംഗ് എന്ന് അല്ലെ, വൈ ഓഡിറ്റ്, അത് ഒരു 9 പോയിന്റ് പറഞ്ഞിട്ട് ആ പോയിന്റുകൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ. അടുത്തത് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്, മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നടത്തുന്ന ഒരു ഇവാലുവേഷൻ ആണ്. ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ഓഡിറ്റിംഗ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഫൈനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഓപ്പറേഷൻസും ഒക്കെ ആഡക്വേറ്റ് ആണ്. ഇത് എല്ലാം കൃത്യമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടെല്ലാം നടക്കുന്നുണ്ട് എന്ന്, അവിടുത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്ന് ഉറപ്പ് കൊടുക്കുന്ന, ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ പ്രോസസ് ആണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ടേമുകൾ അല്ലെങ്കിൽ ആ ഒരു വേർഡുകൾ നിങ്ങൾ മനസ്സിലുണ്ടാവണം. ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ ദാറ്റ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾസ് ആർ അഡക്വേറ്റ്. ആവശ്യത്തിന് നിയന്ത്രണാതീതമായിട്ടുള്ള രീതിയിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ഓപ്പറേഷൻസും എല്ലാം തന്നെ നല്ല രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളത് ഉറപ്പ് കൊടുക്കുക. അത് ഉറപ്പ് കൊടുക്കണമെങ്കിൽ അസസ് ചെയ്യണ്ടേ അല്ലെ, വിലയിരുത്തൽ നടത്തണം. അതായത് എത്രത്തോളം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതൊക്കെ വിലയിരുത്തിയാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇന്റേണൽ ഓഡിറ്റിന്റെ ആ സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. An internal audit is an independent evaluation to provide a guarantee to the organization that its financial and operational controls are adequate. അത്രയും അണ്ടർലൈൻ ചെയ്ത കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇനിയും അണ്ടർലൈൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാ, കാരണം അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഓഡിറ്റിങ്ങിന് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബിയോണ്ട് ദ ഹോസ്പിറ്റലിന് പുറത്തുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി അതിനകത്ത് കയറി വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഹോസ്പിറ്റൽസിനെ ബാധിക്കുന്ന പല മറ്റ് സവിശേഷതകളും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള ഒരു ഇവാലുവേഷൻ അഗെയിൻസ്റ്റ് ദ എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഇത്ര സ്റ്റാൻഡേർഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും, ഒരു നിലവാരം നമ്മൾ കീപ്പ് ചെയ്യും അല്ലെ. ആ നിലവാരവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി എത്രത്തോളം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. വിതിൻ ദ ഹോസ്പിറ്റൽ അല്ല ഉദ്ദേശിക്കുന്നത്, ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. പുറത്തുനിന്നുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ പബ്ലിക്, പൊതുജനങ്ങൾക്ക് എത്രത്തോളം നമ്മളുടെ ഹോസ്പിറ്റലുമായിട്ട് എന്താ പറയുക, ഒരു നല്ല ഗുഡ് റിലേഷൻ ഉണ്ട്. അതായത് എത്രത്തോളം നമ്മുടെ ഹോസ്പിറ്റൽസിനെ മറ്റ് പൊതുജനങ്ങൾക്ക് എന്താ പറയാ പബ്ലിക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ അതും ഒരു ഓഡിറ്റിംഗ് തന്നെയാണ്. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓഡിറ്റിംഗിനകത്ത് അതൊക്കെയാണ് പെടുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡിംഗ് ഓർഗനൈസേഷൻ. ആരോഗ്യ സംരക്ഷണം നൽകുന്ന ഓർഗനൈസേഷൻസ് അവർ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളും അതിനെ എന്താ പറയാ എഫക്ട് ചെയ്യുന്ന പല ക്യാരക്ടറിസ്റ്റിക്സും അതിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുക. ഓക്കെ. അപ്പൊ എക്സ്റ്റേണൽ ഓഡിറ്റിൽ നമ്മൾ ആ ഒരു 2 വേർഡുകൾ കൃത്യമായിട്ട് മനസ്സിലുണ്ടായിരിക്കണം. പ്രൊവൈഡിങ് ഓർഗനൈസേഷൻ അഗെയിൻസ്റ്റ് സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ്. ആ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സിന് ഉതകുന്ന രീതിയിലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സവിശേഷതകളാണ് എന്തില് ഈ പറയുന്ന എക്സ്റ്റേണൽ ഓഡിറ്റിംഗിൽ നടക്കുക. അതും അണ്ടർലൈൻ ചെയ്യുക. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അണ്ടർലൈൻ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മെഡിക്കൽ ഓഡിറ്റ്. അടുത്ത എന്താണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് വിളിക്കാം. ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ എന്താ പറയാ അസസ്മെന്റ് ഓഫ് മെഡിക്കൽ കെയർ in retrospect or through the scrutiny of medical records. അതായത് ഇത് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടാവുമല്ലോ. നമ്മള് മുന്നൊക്കെ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മെഡിക്കൽ റെക്കോർഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ റെക്കോർഡുകൾ സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട്, എന്താ സ്ക്രൂട്ടിനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പരിശോധിച്ച് നോക്കി അതിന് റെസ്പെക്റ്റീവ് ആയിട്ട്, റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എടുത്തിട്ട് ആ റെക്കോർഡുകളുടെ ബാക്ക്ഗ്രൗണ്ടുകളിൽ എത്രത്തോളം മെഡിക്കൽ കെയറുകളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അസസ് ചെയ്യുന്നു. അതിനെയാണ് മെഡിക്കൽ ഓഡിറ്റ്. മെഡിക്കൽ റെക്കോർഡ് അസസ് ചെയ്ത് അതിൽ വിലയിരുത്തലുകൾ നടത്തിയിട്ട് നടത്തുന്ന ഓഡിറ്റിംഗ് ആണ് എന്തെന്ന് വിളിക്കാം, മെഡിക്കൽ ഓഡിറ്റ് എന്ന് വിളിക്കാം. അണ്ടർലൈൻ ചെയ്യാ സെന്റൻസ്. മെഡിക്കൽ ഓഡിറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക, അസസ്മെന്റ് ഓഫ് മെഡിക്കൽ കെയർ ഇൻ റെട്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ
ഇതിന്റെ പിന്നാമ്പുറം എന്നൊക്കെയാണ് റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നതിന്റെ വേർഡിന്റെ മീനിങ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ ബേസിസിൽ, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മെഡിക്കൽ റെക്കോർഡുകൾ സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓഡിറ്റിംഗ് നടത്തുന്നത്, മെഡിക്കൽ കെയർ കൊടുത്തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അസസ്മെന്റ് നടത്തുന്നതാണ് എന്തെന്ന് വിളിക്കാം, മെഡിക്കൽ ഓഡിറ്റ്. ഇനി അതെങ്ങനെയാ നടത്തുക എന്നാണ് തൊട്ടടുത്തൊരു പാരഗ്രാഫ്, അത് നമുക്ക് വായിച്ചു നോക്കിയാൽ മതി. ആ ഒരു പോയിന്റ് എന്തായാലും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആ ഒരു ബുള്ളറ്റ് എഴുതിയിരിക്കുന്ന മെഡിക്കൽ ഓഡിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? മെഡിക്കൽ റെക്കോർഡുകളുടെ ബേസിസിൽ മെഡിക്കൽ കെയറുകളൊക്കെ എത്രത്തോളം കൊടുത്തു എന്ന് അസസ് ചെയ്യുന്നതാണ് മെഡിക്കൽ ഓഡിറ്റ്. ഇനി ഇതെങ്ങനെയാണ് നടത്തുന്നത്? ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് പ്രോഗ്രാംഡ് പ്ലാൻഡ് പ്രോഗ്രാം ആണ്. നേരത്തെ കൂട്ടി അതിന് വേണ്ടിയിട്ട് ആ ഓഡിറ്റിംഗ് നടത്തുന്നതിന് മുമ്പ് നേരത്തെ കൂട്ടി പ്ലാനിങ് ഒക്കെ തയ്യാറാക്കും. എന്നിട്ട് അവർ പല കാര്യങ്ങളും മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും നോക്കി കാണുക, അതിന് പോലെ അത് നോക്കി കണ്ടതിന് ശേഷം അതിന് ഇവാലുവേറ്റ് ചെയ്യുക. അത് എന്തൊക്കെ ഇവാലുവേഷൻസ് നടക്കും? ക്ലിനിക്കൽ പെർഫോമൻസ് വിച്ച് ഇസ് മെയ്ഡ് ബൈ ദ പ്രാക്ടീഷണേഴ്സ്. ഓരോ പ്രാക്ടീഷണേഴ്സും, എല്ലാവരും ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, അവരെല്ലാം ചെയ്യുന്ന ക്ലിനിക്കൽ പെർഫോമൻസുകൾ ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ് വിച്ച് ആർ പ്രിപ്പയർഡ് ബൈ പ്രൊഫഷണൽസ്, പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് അവിടുത്തെ എന്താ പറയുക ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്യുക, അത് മോണിറ്റർ ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു വെരിഫൈ. ഇതുപോലെ തന്നെ ഇതെല്ലാം നോക്കിയതിനു ശേഷം അവരതിനകത്ത് വന്ന കാര്യങ്ങളൊക്കെ വെരിഫിക്കേഷൻസ് നടത്തുക. ദാറ്റ് മീൻസ് നമ്മൾ ഉദ്ദേശിച്ച അക്സെപ്റ്റഡ് ക്രൈറ്റീരിയ, നമ്മളൊരു എന്താ പറയാ സ്വീകാര്യമായ രീതിയിലൊരു മാനദണ്ഡം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ മാനദണ്ഡവുമായിട്ട് ഇതിന് പൊരുത്തമുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് വിലയിരുത്തുക. ഇതൊക്കെയാണ്, ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻഡ് പ്രോഗ്രാം നേരത്തെ കൂട്ടി ഉണ്ടാക്കി വെക്കുക. അങ്ങനെ മെഡിക്കൽ ഓഡിറ്റ് നടത്താൻ വേണ്ടി ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡുകളെല്ലാം തന്നെ ഓഡിറ്റ് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ആളുകളും ഓരോരുത്തരും ഓരോരുടേതായ രീതിയിൽ കുറെ റെക്കോർഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ റെക്കോർഡ്സ് നോക്കേണ്ടി വരും. ഓരോ പ്രാക്ടീഷണേഴ്സിന്റെയും പെർഫോമൻസ് അസസ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തിയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. അത് മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് ആ അടുത്ത പാരഗ്രാഫായിട്ട് എഴുതിയേക്കണേ. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് വൺ ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് അടുത്തത്. ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? രോഗം വന്നു കഴിയുമ്പോൾ ചികിത്സയുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ ഓഡിറ്റിംഗ് ഓർ ക്ലിനിക്കൽ ഓഡിറ്റ് ഈസ് ദ ഓഡിറ്റിംഗ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ത്രൂ നഴ്സിംഗ് ആൻഡ് ഓൾസോ പാരാമെഡിക്കൽ സ്റ്റാഫ്. ഹോസ്പിറ്റൽസിലെ നഴ്സസ്, അതുപോലെ തന്നെ അവരെ മറ്റ് നഴ്സ് അല്ലാത്ത രീതിയിലുള്ള പാരാമെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, പാരാമെഡിക്കൽ കോഴ്സസ് ഒക്കെ പഠിച്ച സ്റ്റാഫുകളുണ്ട്. അവരെല്ലാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പെർഫോമൻസുകളൊക്കെ വിലയിരുത്തുക. അത് ക്ലിനിക്കൽ കെയറുമായിട്ട് ഡയറക്റ്റ് ബന്ധമാണ്. എന്ന് വെച്ചാൽ രോഗികളെ നേരിട്ട് ശുശ്രൂഷിക്കുന്നതുമായിട്ടൊക്കെ ബന്ധമുള്ള കാര്യങ്ങളായതുകൊണ്ട് ആ രീതിയിലുള്ള പെർഫോമൻസുകൾ വിലയിരുത്തുന്നത് മാത്രം വരുമ്പോൾ അതെന്തായി, ക്ലിനിക്കൽ ഓഡിറ്റ്. മറ്റേ നേരത്തെ പറഞ്ഞ എന്താ, ഓവറോൾ ആണ്, എല്ലാവരുടെയും പെർഫോമൻസുകൾ നോക്കുന്നുണ്ട്, എല്ലാ പ്രാക്ടീഷണേഴ്സിന്റെയും അവിടുത്തെ റെക്കോർഡുകൾ അസസ് ചെയ്യുന്നു. അതിന് നമ്മളൊരു ആക്സെപ്റ്റഡ് ക്രൈറ്റീരിയ നേരത്തെ ഉണ്ടാക്കി വെച്ചതുമായിട്ട് വെരിഫിക്കേഷൻസ് നടത്തുന്നു. അത് മെഡിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ അതായത് കെയറിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്റ്റാഫുകൾ, അതായത് നഴ്സസും പാരാമെഡിക്കൽ സ്റ്റാഫുകളും അവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്നു, അസസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് വിളിക്കുക. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് കേൾക്കുമ്പോൾ ഓർക്കുക, നഴ്സിംഗ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, ആ രണ്ട് വേർഡ് ഓർത്താൽ മതി. മെഡിക്കൽ ഓഡിറ്റ് ഓർക്കുമ്പോൾ സ്ക്രൂട്ടിനി ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് നടത്തുന്ന അസസ്മെന്റ്. ക്ലിയർ ആയോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മെഡിക്കൽ ഓഡിറ്റും ക്ലിനിക്കൽ ഓഡിറ്റും അത് സെയിം ആണോ? സെയിം ആണോ? അല്ല. മെഡിക്കൽ ഓഡിറ്റുകളുടെ റെക്കോർഡ്സുകൾ നോക്കിയിട്ട് മെഡിക്കൽ റെക്കോർഡുകളൊക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടുകളിൽ നടത്തുന്ന, അത് വെച്ചിട്ട് വിലയിരുത്തും. അത് ഒത്തുനോക്കി അവരിവിടെ ഇങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ശരിയായിട്ട് ആണോ എന്നൊക്കെ നോക്കുന്നു, കമ്പയർ ചെയ്ത് നോക്കും. അത് മെഡിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിൽ സ്റ്റാഫ്സ്, അതായത് നഴ്സസ് അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ, അതിനെ കുറിച്ചുള്ള അസസ്മെന്റുകളാണ് ഇതിൽ നടത്തുക, ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുക. ഇനി ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? For what? എന്താണ് ഇതിന്റെ പർപ്പസ്? എന്തായി? ടു ഇംപ്രൂവ് ദ പ്രോസസ് ദാറ്റ് ട്രൈസ് ടു എൻഹാൻസ് ദ പേഷ്യന്റ് കെയർ. അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിംഗിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി അല്ലെ? തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. കാരണം നഴ്സസ് ഒക്കെ കൃത്യമായിട്ട് പേഷ്യൻസിനോട് നല്ല രീതിയിലാണോ പെരുമാറുന്നത്? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദേഷ്യം, സങ്കടമൊക്കെ ഈ നമ്മൾ സമീപിക്കുന്ന പേഷ്യൻസിന്റെ അടുത്തെത്തുമ്പോ അതിങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ആ വികാരങ്ങൾക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും? അവരോട് പെരുമാറേണ്ടി വരും. അങ്ങനെ പാടില്ല. എവറി ടൈം
നമ്മളൊരു പ്ലീസിങ് മാനറിൽ ഒരു പറ്റുമെങ്കിൽ ഒരു സ്മൈലിംഗ് ഒരു എന്താ പറയാ ഇതോ അപ്പിയറൻസോട് കൂടിയായിരിക്കണം പേഷ്യൻസിന്റെ അടുത്ത് നമ്മൾ സമീപിക്കാനായിട്ട്. അപ്പൊ ആ ഒരു കെയറിംഗ് ഒക്കെ കൊടുക്കണ്ടോന്ന് നോക്കാൻ ക്ലിനിക്കൽ ഓഡിറ്റ് വളരെ അത്യാവശ്യമാണ്. ആ ഹെൽത്ത് കെയർ ടീം അതുപോലെ തന്നെ സ്റ്റാഫുകൾ എല്ലാം തന്നെ കൃത്യമായിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ ടു എൻഹാൻസ് ടു ഇംപ്രൂവ് ദ പേഷ്യന്റ് കെയർ, ആ പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാനുള്ള നടപടികൾ അതിനുവേണ്ടി സ്വീകരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തിയേ സാധിക്കൂ. ആൻഡ് ഇഫ് ദർ ഈസ് എനി ചേഞ്ചസ്, അതായത് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ we have to implement that particular change. മാറ്റങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് എന്താ പറയാ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. ക്ലിനിക്കൽ കെയറിങ് കൂടുതലാക്കാൻ വേണ്ടി, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയാണ് പോരായ്മകളുള്ളത്, ഏതെങ്കിലും സ്റ്റാഫിന്റെ ഭാഗത്താണോ അത്തരം പോരായ്മകളൊക്കെ നികത്തി അത് ഇല്ലാതാക്കിയിട്ട് എന്ത് ചെയ്യുക, ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത്? ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? അത് ക്ലിനിക്കൽ ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്നുള്ളതാണ് അടുത്ത കുഞ്ഞു പാരഗ്രാഫ് പറഞ്ഞേക്കണേ. ക്ലിനിക്കൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ കാണാതെ പഠിക്കണം, മറ്റേത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അണ്ടർലൈൻ ചെയ്തിരുന്നോ ക്ലിനിക്കൽ ഓഡിറ്റ്? ഓക്കെ. നെക്സ്റ്റ് വൺ ഓർഗനൈസേഷണൽ ഓഡിറ്റ് ആണ്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു സംരംഭത്തിന്റെ മൊത്തത്തിലുള്ളത്. നമ്മൾ മെഡിക്കൽ ഓഡിറ്റ് നമ്മുടെ ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ടതാണ്. ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മുടെ ഹോസ്പിറ്റൽസിനകത്ത് നടക്കുന്ന പേഷ്യന്റിന് കൊടുക്കുന്ന കെയറിങ്, സ്റ്റാഫ്സ് നഴ്സസ് ഒക്കെ കൊടുക്കുന്ന കെയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസസ്മെന്റ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഇനി ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? സംരംഭം മൊത്തത്തിലുള്ളത് എന്ന് വെച്ചുമ്പോൾ അവിടുത്തെ അവരുടെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അല്ലെ, ഓരോ കാര്യങ്ങൾ, ഓരോ സിസ്റ്റംസ്. അപ്പോയിന്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിനെ അപ്പോയിന്റ് ചെയ്യുന്നതും ആകാം, എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അസസ്മെന്റുകൾ നടത്തണം. ആൻഡ് ഓൾസോ ദ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് വിച്ച് ആർ ഫോളോഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ രീതിയിലുള്ള രീതികളുണ്ട്, നയങ്ങളുണ്ട്. ആ നയങ്ങൾക്ക് അവരൊരു സ്റ്റാൻഡേർഡ് ഒക്കെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതെല്ലാം കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ ഓഡിറ്റ് ദാറ്റ് മീൻസ് ഒരു സംരംഭത്തിന്റെ കൃത്യമായിട്ടുള്ള എല്ലാം പോളിസീസ്, പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ്സ് ഓൾ ഷുഡ് ബി അസസ്ഡ്. അതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ ബേസിസിലായിരിക്കും എന്ത് ചെയ്യുക, പല കാര്യങ്ങളിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരേണ്ടി വരിക. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഓർഗനൈസേഷണൽ ഓഡിറ്റിന്റെ പ്രത്യേകത. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഓർഗനൈസേഷണൽ ഓഡിറ്റ് മീൻസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് പ്രാക്ടീസസ് ലൈക്ക് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, പോളിസീസ്, പ്രാക്ടീസസ്, സ്റ്റാൻഡേർഡ്സ് which are considered as the primary function of administration. ഒരു ഭരണത്തിന്റെ, ഒരു മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ന് പറയുന്നത് അവിടുത്തെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, അവിടുത്തെ പ്രാക്ടീസസ്, അവിടുത്തെ പോളിസീസ്, അവിടുത്തെ സ്റ്റാൻഡേർഡ്സ്. അതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനെയൊക്കെ അസസ് ചെയ്യുക. അതാണ് ഓർഗനൈസേഷൻ ഓഡിറ്റ്. ആ സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഓർഗനൈസേഷൻ ഓഡിറ്റ്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തതിലേക്ക് പോകുകയാണ്. മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്. ഇനി നമ്മൾ ഓഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതികൾ ഏതൊക്കെ രീതികളിൽ നമുക്ക് ഓഡിറ്റിംഗ് അസസ്മെന്റുകൾ നടത്താം, ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആ മെത്തേഡുകൾ 6 ഡയറക്റ്റ് ഒബ്സർവേഷൻ മെത്തേഡ്, ചെക്ക് ലിസ്റ്റ്, ഡോക്യുമെന്റേഷൻ ഓർ റെക്കോർഡ്സ്, ക്വസ്റ്റ്യനയേഴ്സ്, ഇന്റർവ്യൂസ് ആൻഡ് ക്ലിനിക്കൽ കേസ് റിവ്യൂ. ക്ലിനിക്കൽ കേസ് റിവ്യൂ. അപ്പൊ ഇതൊക്കെയാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ നേരിട്ട് ചെന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി മനസ്സിലാക്കി അത് അസസ് ചെയ്യുക. അതൊരു ഓഡിറ്റിംഗ് ആണ്. ഓക്കെ, നമ്മൾ കണക്കുകൾ, പൈസയുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ മാത്രമാണ് എന്ന് വിചാരിക്കരുത്. ഹോസ്പിറ്റൽസിലെ എന്താ പറയാ ഓഡിറ്റിംഗ്, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അസസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. അപ്പൊ നേരിട്ട് ചെന്ന് കണ്ട് മനസ്സിലാക്കി ഓഡിറ്റ് ചെയ്യുക, അത് അസസ് ചെയ്യുക, അത് ഡയറക്റ്റ് ഒബ്സർവേഷൻ. ചെക്ക് ലിസ്റ്റ്, ഏതെങ്കിലും തരത്തിലുള്ള ലിസ്റ്റുകളിൽ നമ്മൾ ചെക്ക് ചെയ്ത് അതും ഇതുമായിട്ടൊക്കെ നോക്കി ഒത്തു നോക്കേണ്ടത്. ചിലപ്പോൾ കുറെ എക്യുപ്മെന്റുകൾ, മെഷീൻസ് ഒക്കെ ഹോസ്പിറ്റൽസിലുണ്ട്, അതവിടെ റെക്കോർഡ്സിലുണ്ട്. അതൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അസസ് ചെയ്യേണ്ടത് അല്ലെ. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. അതിന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ലിസ്റ്റ് വേണം. അപ്പൊ ചെക്ക് ലിസ്റ്റ് മുഖേന നമുക്ക് ഓഡിറ്റിംഗ് നടത്താം. ഡോക്യുമെന്റേഷൻ ആൻഡ് റെക്കോർഡ്സ്, പല റെക്കോർഡുകൾ കളക്ട് ചെയ്ത് അതുപോലെ പല ഡോക്യുമെന്റുകൾ കളക്ട് ചെയ്ത് അതിന്റെ ബേസിസിലും അസസ്മെന്റുകൾ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട്. ക്വസ്റ്റ്യനേഴ്സ് എന്താ, ചോദ്യ രൂപത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചെടുത്ത് അതിന്റെ ഉത്തരങ്ങൾ റിപ്ലൈസിന്റെ ബേസിസിൽ ഓഡിറ്റിംഗ് നടത്താം. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ഒക്കെ
ആൾക്കാരോട് ഒക്കെ ചോദിക്കണം. അതിനിപ്പോ നമ്മൾ ഓരോരുത്തരോട് വന്നു പോകുന്നവരോട് വിളിച്ചു നിർത്തിയിട്ട് അവരോട് എങ്ങനെയുണ്ടായിരുന്നോ ഇവിടുത്തെ സർവീസ്, ഡു യു ലൈക്ക് ഇറ്റ്, അല്ലെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നടക്കുന്ന കാര്യമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്ന് മറ്റ് പല ഹോസ്പിറ്റൽസിലും ഒരു കമന്റ് ബോക്സ് പോലെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചിലര് സജഷൻ ബോക്സ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചിലയിടത്ത് എന്താ പറയാ ഇതുപോലെ ചില ക്വസ്റ്റ്യനേഴ്സ് പോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. സോ ദേ മേ ഇൻക്ലൂഡ് സം ക്വസ്റ്റ്യൻസ്, നമ്മളോട് ചില കാര്യങ്ങൾ അവർ ചോദ്യ രൂപത്തിൽ അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും. സോ വി ക്യാൻ ആൻസർ, നമുക്ക് അതിന്റെ റിപ്ലൈസ് ഒക്കെ കൊടുക്കാം. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ രൂപത്തിലും, അപ്പൊ അതൊരു അസസ്മെന്റ് രീതിയാണ്. അപ്പൊ ഈ പറയുന്ന ഈ റിപ്ലൈസ് നോക്കിയിട്ടേ എത്രത്തോളം ഒരു നമ്മളുടെ ഉദ്ദേശിച്ച രീതിയിൽ ഈ പേഴ്സൺ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ബിക്കോസ് ഈ പറയുന്ന റിപ്ലൈകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തരങ്ങളിൽ നിന്ന് ആളുകൾ കൊടുക്കുന്ന ആ കമന്റുകളിൽ നിന്നാണ് നമുക്ക് ആ ഒരു അസസ്മെന്റ് നടത്താൻ പറ്റുക. അപ്പൊ അങ്ങനെ നടത്തുന്ന എന്താ പറയാ ഓഡിറ്റിങ്. അതുപോലെ ഇന്റർവ്യൂസ് നടത്താം. ചില ആളുകളൊക്കെ നമുക്ക് ഇന്റർവ്യൂ ചെയ്ത് എന്തൊക്കെ സേവനങ്ങളെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടും അതിന് നിങ്ങളൊക്കെ എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടോ എന്നുള്ള രീതിയിലുള്ള ഇന്റർവ്യൂസ് നടത്തിയിട്ട് നമുക്ക് ഓഡിറ്റിംഗ് നടത്താം. ക്ലിനിക്കൽ കേസ് റിവ്യൂ, അതുപോലെ തന്നെ ക്ലിനിക്കൽ കേസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിവ്യൂസ് കളക്ട് ചെയ്തിട്ട് അതിനെ കുറിച്ചുള്ള റിവ്യൂസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത് അതിന്റെ ബേസിസിലും ഓഡിറ്റിംഗ് നടത്താം. അപ്പൊ ഓഡിറ്റിംഗ് ചെയ്യുന്ന മെത്തേഡുകളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഡയറക്റ്റ് ഒബ്സർവേഷൻ, അത് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ രീതികളിലൊക്കെ മെഡിക്കൽ ഓഡിറ്റിംഗ് നടത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഡയറക്റ്റ് ഒബ്സർവേഷൻ, ചെക്ക് ലിസ്റ്റ്, ഡോക്യുമെന്റ്സ് ഓർ റെക്കോർഡ്സ്, ക്വസ്റ്റ്യനയേഴ്സ്, ഇന്റർവ്യൂസ്, ദെൻ ക്ലിനിക്കൽ കേസ് റിവ്യൂ. ഈ രീതിയിലൊക്കെയാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതൊന്ന് ടിക്കറ്റ് വെച്ചേക്കാം കേട്ടോ. ആ മെത്തേഡുകൾ, ഓഡിറ്റിംഗ് മെത്തേഡുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് പെട്ടത് ഏതാണ്, ഇല്ലാത്തത് ഏതാണെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കും. അതുകൊണ്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, യെസ്. ഇനി അടുത്തത് എന്താ? ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റ് എത്ര രീതിയിലുണ്ട്, ഏതൊക്കെ രീതിയിലാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ഉള്ളത്? പ്രധാനമായിട്ടും there are 2 types of clinical audit. 2 രീതിയിലുള്ള ക്ലിനിക്കൽ ഓഡിറ്റ് ഉണ്ട്. ഒന്ന് കൺകറന്റ് ഓഡിറ്റും മറ്റൊന്ന് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. കൺകറന്റ് ആൻഡ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് 2 രീതിയിലാണ്. അതിലൊരു ചെറിയ തിരുത്തുണ്ട്, അതൊന്ന് തിരുത്തിയിട്ട് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. കൺകറന്റ് ഓഡിറ്റിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ് ആണ്. ടേക്കിംഗ് സ്പീഡ് വെട്ടിയിട്ട് അവിടെ ടേക്കൺ പ്ലേസ് എന്ന് എഴുതാമോ? ടൈം ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ്. ടേക്കിംഗ് സ്പീഡ് വെട്ടിയിട്ട് ടേക്കൺ പ്ലേസ് എന്ന് ചേർക്കുക. തിരുത്തിയോ? കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാലേ ഇവിടെ ഏതെങ്കിലും ഒരു സംഭവം നടക്കുമ്പോ ആ സ്ഥലത്ത് വെച്ചിട്ട് അതിനെ എന്താ പറയാ അസസ് ചെയ്യുക. അതിന് ഞാൻ ഉദാഹരണം ചിലപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മള് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചില്ലേ? ഒത്തിരി സ്പില്ലേജുകളെ കുറിച്ച് നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ഒരുപാട് തരത്തിലുള്ള സ്പില്ലേജ്, ബോഡി ഫ്ലൂയിഡ്സിന്റെ സ്പില്ലേജ് ഉണ്ട്, മെർക്കുറി സ്പില്ലേജ് ഉണ്ട്, കെമിക്കൽസ് സ്പില്ലായാൽ എന്തൊക്കെ ചെയ്യും. അപ്പൊ there are some precautions while we are entering to that particular area. ആ ഒരു ഏരിയയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കുറെ മുൻകരുതലുകളൊക്കെ എടുക്കണമെന്ന്. ആ സ്പില്ലായിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ചില പ്രിക്കോഷൻസ് നമുക്ക് എടുക്കേണ്ടതുണ്ട്, ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തെ ഇതുപോലെയുള്ള സ്പില്ലേജുകളൊക്കെ വന്ന് എത്രത്തോളം സ്പില്ലേജ് ഉണ്ടായി അത് എങ്ങനെ അസസ് ചെയ്യാം? അവിടെ ചെല്ലണം. ആ ഒരു സമയത്ത് അത് അവിടെ ചെന്ന് കണ്ട് ഇത്രത്തോളം സ്പില്ലേജ് വന്നിട്ടുണ്ട്, സോ ഇത് ഇത്ര ഏരിയയിലേക്ക് അത് അഫക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് ആ സ്പില്ലേജിനെ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ തന്നെ അതിനുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയാ എംപ്ലോയീസ് വന്നിട്ട് അതിനെ എന്താ പറയാ പെട്ടെന്ന് ആളുകളെ അവിടെ നിന്ന് മാറ്റി ഇവാക്യുവേറ്റ് ചെയ്ത ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റുകയും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എന്താണ് ചെയ്യേണ്ടത്, അതിന്റെ ഭൂമിയുടെ കുറെ സാധനങ്ങളൊക്കെ ഇടണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സ്പില്ല് ഇങ്ങനെ എന്താ പറയാ വലിച്ചെടുക്കാൻ, അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുറെ പാഡ്സ് ഒക്കെ കൊണ്ടുവന്നിടുന്ന കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചിരുന്നു. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കേണ്ടേ? സോ വി ഹാവ് ടു particularly visit that place. ആ ഒരു സ്ഥലത്ത് ചെല്ലണം, ചെന്ന് കണ്ട് മനസ്സിലാക്കണം അല്ലെ? അപ്പൊ എപ്പോഴാണോ ഏതെങ്കിലും ഒരു ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ആ സ്ഥലത്ത് തന്നെ വെച്ച് ചെയ്യുന്ന ഓഡിറ്റിങ്, അതിനെയാണ് അസസ്മെന്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം?
കൺകറന്റ് ഓഡിറ്റ് എന്ന് വിളിക്കുക. അപ്പൊ സ്പില്ലേജിന്റെ കേസസിലൊക്കെ അങ്ങനെയായിരിക്കും ഉണ്ടാകുക. അത്തരം ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്നത് അങ്ങനെയാണ്. അല്ലാണ്ട് സ്പില്ലേജ് ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് വേണം അവർ റെക്കോർഡാക്കി വെക്കാനായിട്ട്. ഇത്ര എന്താ പറയുക ഏരിയ കവർ ചെയ്യുന്ന ഒരു സ്പില്ലേജ് വന്നു, കെമിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ മെർക്കുറി ആയിക്കോട്ടെ, അങ്ങനെ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്പില്ലേജ് ഉണ്ടായി. സോ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളാണ് ചെയ്താൽ ഇറ്റ് വിൽ ബിക്കം എ റെക്കോർഡ് ആഫ്റ്റർവേർഡ്സ്. പിന്നീടാണ് അത് റെക്കോർഡായി മാറുക. അപ്പൊ അതിനൊരു വിലയിരുത്തലുകൾ നടത്തണ്ടേ? അത് കൃത്യമായിട്ട് അത് ഹാൻഡിൽ ചെയ്തു അല്ലെ? അത് പ്രോപ്പർ ഹാൻഡിലിങ്ങിലൂടെ നമുക്ക് അതിൽ നിന്ന് അപകടങ്ങൾ ഒരുപാട് ഒഴിവാക്കാനായിട്ട് സാധിച്ചു. പിന്നീടാണ് അത് റെക്കോർഡ് ആകുക. അപ്പൊ ദ ടൈം വെൻ ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ്, അത് എപ്പോഴാണ് സംഭവിക്കുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെക്കുറിച്ച് അസസ്മെന്റ് നടത്തുന്നു. അങ്ങനെയുള്ള അസസ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൺകറന്റ് ഓഡിറ്റ് എന്ന് വിളിക്കുക. ഈസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായ? ഉദാഹരണം അതിന്റെ കൂടെ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സെന്റൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. കെയർ വെൻ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഓഫ് വെൻ ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ്. എപ്പോഴാണോ അത് ഉണ്ടായ ആ നടക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് വിലയിരുത്തലുകൾ നടത്തുക. അതാണ് കൺകറന്റ് ഓഡിറ്റ്. ഇനി എന്താണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്? കുറച്ചുകൂടി ക്ലിയർ ആയോ? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൺലി അസസ്ഡ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ത്രൂ ദ റെക്കോർഡ്സ്. ഇത് റെക്കോർഡിലേക്ക് ആയി മാറിപ്പോയി. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു സമയത്ത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾസിൽ അത് വിലയിരുത്താനായിട്ട് വേറെ ആരും വന്നില്ല. അവിടെയുള്ള എംപ്ലോയീസിനെ അത് ഹാൻഡിൽ ചെയ്തു, അതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്തു, ഡിസ്പോസ് ചെയ്യുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് ചെയ്തു. ആഫ്റ്റർവേർഡ്സ് അവർ കണ്ടെത്തിയ കാര്യങ്ങൾ അവരത് റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇത്ര യൂണിറ്റ് ഓഫ് മെർക്കുറി സ്പില്ലായി, സോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് റെക്കോർഡ്സ് ആക്കി പറ്റി. അപ്പൊ റെക്കോർഡ്സിൽ നോക്കിയിട്ടാണ് പിന്നീട് അസസ്മെന്റുകൾ നടത്തുന്നത്. ഇന്ന ഡേറ്റിൽ ഇന്ന ഒരു കെമിക്കൽ സ്പില്ലായിരുന്നു, അപ്പൊ അവർ ഇങ്ങനെയുള്ള സ്റ്റെപ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ സ്വീകരിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ അസസ്ഡ് ഫ്രം ദ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡുകളിൽ നിന്നാണ് അത്തരം റേറ്റിംഗ് ഒക്കെ അവർക്ക് കിട്ടുക. അപ്പൊ അതിന് അസസ് ചെയ്യുന്നത് ഏതിലൂടെയായിരുന്നു? റെക്കോർഡ്സിലൂടെയാണ്. അങ്ങനെയുള്ള റെക്കോർഡുകളിൽ ആയി പോയി കഴിഞ്ഞ ചില ഓഡിറ്റിംഗ് അസസ്മെന്റുകൾ പിന്നീട് നടത്തണേ. അപ്പോഴല്ല, എപ്പോഴാണ് സംഭവിക്കുന്നത് അപ്പൊ നടത്തുന്നില്ല. അങ്ങനെയുള്ള ഓഡിറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന്. മനസ്സിലായോ? റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്താണെന്ന് മനസ്സിലായോ? കെയർ ഈസ് റേറ്റഡ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ത്രൂ റെക്കോർഡ്സ്. റെക്കോർഡ്സിൽ കയറി അതിലൂടെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് അത്തരം ഓഡിറ്റിംഗ് നമ്മൾ നടത്തുന്നുള്ളൂ, അല്ലെങ്കിൽ റേറ്റിംഗ് നടക്കുന്നുള്ളൂ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച്. അതുകൊണ്ട് അതിനെ പറയുന്ന പേര് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ആണ്. റെട്രോസ്പെക്റ്റീവ് എന്ന വാക്ക് നേരത്തെ വന്നു. റെക്കോർഡാണെന്ന് ഓർക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ്സിലേക്ക് കയറിപ്പോയി. ദാറ്റ് മീൻസ് അത് കുറച്ച് സമയം കഴിഞ്ഞു പോയി. ആ ഒരു പർട്ടിക്കുലർ ഡേറ്റോ ഡേയോ ഒക്കെ കഴിഞ്ഞു പോയി. അതിനുശേഷം അത് റെക്കോർഡ്സിലായി മാറി. അപ്പൊ റെക്കോർഡ്സിന്റെ സ്ക്രൂട്ടിനി അല്ലെങ്കിൽ ഇവാലുവേഷൻ, അതിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക? ഈ അസസ്മെന്റ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് അതിന് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പേര് വന്നത്. അങ്ങനെ ക്ലിനിക്കൽ ഓഡിറ്റിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. ക്ലിയർ? മനസ്സിലായോ? രണ്ടും അണ്ടർലൈൻ ചെയ്യാം. റെട്രോസ്പെക്റ്റീവും ക്ലിനിക്കൽ ഓഡിറ്റും രണ്ടും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ. അടുത്തത് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. എന്തിനാണ് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്? ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നതിന്റെ ആവശ്യകത എന്താണ്? അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. എന്തിനായിരിക്കും ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്? പല കാര്യങ്ങളിലും പ്ലാനിങ് നടത്തണമെങ്കിൽ ഓഡിറ്റിംഗ് വേണം. അതായത് ഫ്യൂച്ചർ പ്ലാൻസ്, ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, പിന്നീട് ഉണ്ടാകുന്ന പല കാര്യങ്ങൾക്ക് നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. അപ്പൊ പ്ലാനിങ് എങ്ങനെ നടത്തുന്നത്? ഇപ്പൊ ഉള്ള കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് കിട്ടുന്ന ബേസ് ലൈൻ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ അസസ് ചെയ്ത്, അല്ലെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ അസസ് ചെയ്ത് ആ അസസ്മെന്റിൽ നിന്നാണ് ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടാക്കുക അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഓഡിറ്റിംഗ് വേണ്ടേ? ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അതെല്ലാം കൃത്യമായി വിലയിരുത്തി മനസ്സിലാക്കിയാൽ മാത്രമാണ് വി ക്യാൻ പ്രിപ്പയർ പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയിലേക്കുള്ള പ്ലാനിങ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റുന്നത് ഇപ്പൊ നടക്കുന്ന അച്ചീവ്മെന്റുകൾ, നേട്ടങ്ങൾ വിലയിരുത്തിയതിനു ശേഷം മാത്രമാണ്. സോ വെരി ഇമ്പോർട്ടന്റ്. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെന്താ? കമ്പാരിസൺ പർപ്പസിന് വേണ്ടിയിട്ട് വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിംഗ് ദ സർവീസ്. കമ്പയർ ചെയ്യാൻ ഇപ്പൊ നമുക്ക് നടത്തിയ ഓഡിറ്റിംഗിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത കിട്ടി, മനസ്സിലായി. ഇനി ഇതിന്റെ ബേസിസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റുകൾ വരുത്താൻ പറ്റുമോ? ഈ രീതിയിലല്ല, കുറച്ചുകൂടി മാറ്റം വരുത്തി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, നമ്മുടെ സർവീസസ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടും ഓഡിറ്റിംഗിലേക്ക് കൂടിയാലേ പറ്റുള്ളൂ. അതായത് വിലയിരുത്തലുകൾ നടത്തിയാൽ മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്ക് എവിടേക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്തണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഓഡിറ്റിങ്ങിന് സഹായിക്കുന്ന മറ്റൊന്നാണ് എന്ത്? കമ്പാരിസൺ ടു ഇംപ്രൂവ് ദ സർവീസസ്. സേവനങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി അത് ഉപകരിക്കുന്നു. ഏത് ഉപകരിക്കുന്നു?
ഓഡിറ്റിംഗ്. പിന്നെ നേച്ചർ ദാറ്റ് എൻഷുവേഴ്സ് ഫുൾ ആൻഡ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാഫ് ആൻഡ് ഓൾസോ ഫെസിലിറ്റീസ് അവൈലബിൾ. നമുക്ക് നിലവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിലവിലുള്ള സൗകര്യങ്ങളിൽ ഉപയോഗിച്ച് അതുപോലെ നിലവിലുള്ള സ്റ്റാഫുകൾ ഉപയോഗിച്ച് അവരെ മാക്സിമം ആ സൗകര്യങ്ങളും സ്റ്റാഫിനെയും ഉപയോഗപ്പെടുത്താനും അസസ്മെന്റിലൂടെ സാധിക്കും, ഓഡിറ്റിങ്ങിലൂടെ. അതായത് ഇപ്പൊ ഹോസ്പിറ്റലിൽ നോക്കിയേ, വലിയൊരു ഓർഗനൈസേഷനാണ്. ദർ ആർ എ ലോട്ട് ഓഫ് എംപ്ലോയീസ്, ഒരുപാട് ജോലിക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അതിന്റെ ഉള്ളില് 1-2 പേരൊക്കെ എവിടെയെങ്കിലും മാറി മാറിയൊക്കെ നിന്ന് ആരും അറിയാനൊന്നും പോകുന്നില്ല. പക്ഷേ ദ ഓർഗനൈസേഷൻ ഹാവ് ടു പേ ദെയർ സാലറി. ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? അവർക്ക് മാസം മാസം ശമ്പളം കൊടുക്കണം, കൂലി കൊടുക്കണം. പക്ഷെ വെറുതെ ഇരുന്നിട്ട് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ജോലിയിൽ ഉഴപ്പ് കാണിച്ചിട്ട് ആ സാലറി വാങ്ങിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അവർക്ക് അർത്ഥമില്ലായിരിക്കാം. പക്ഷെ ഓർഗനൈസേഷൻ അത് വലിയ ഒരു നഷ്ടം തന്നെയാണ്. വൈ ടു പേ സച്ച് എ സാലറി? നമുക്ക് ഉപയോഗപ്രദമല്ലാത്ത, നമുക്ക് പ്രൊഡക്ടിവിറ്റി കിട്ടിയിട്ടില്ല, അവരുടെ ഉത്പാദനക്ഷമത നമ്മുടെ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പേയ്മെന്റ് ശരിക്കും നഷ്ടം തന്നെയാണ്. ഇങ്ങോട്ടേക്ക് നമ്മൾ അവരിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഉണ്ടോ, അല്ലെങ്കിൽ എല്ലാവരും കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ വിലയിരുത്തണമെങ്കിൽ സ്റ്റാഫിനെയൊക്കെ വളരെയധികം നന്നായിട്ട് അസസ് ചെയ്യണം. അവരുടെ ജോലികൾ, അവർ ചെയ്യുന്ന പ്രവർത്തികൾ, ജോലികളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തണം തീർച്ചയായിട്ടും. അപ്പൊ നിലവിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസും സ്റ്റാഫ്സിനെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ അവരെ നല്ല ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. അല്ലാതെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് വെറുതെ നഷ്ടം പോലെയാണ്, അവർക്ക് കൊടുക്കുന്ന ശമ്പളവും മറ്റു കാര്യങ്ങളും. അത് ഉറപ്പുവരുത്താൻ നമ്മൾക്ക് എങ്ങനെ പറ്റുള്ളൂ? ഓഡിറ്റിങ്ങിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഇവരെ കൊണ്ട് ഇതൊരു ഉപകാരം. ഇവരെ മാറ്റി നിർത്തിയാലും നേരത്തെ പറഞ്ഞതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള മാറ്റവും നമ്മുടെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ പേയ്മെന്റ് കൊടുക്കണം ഒരാൾക്ക്, അല്ലെ? അങ്ങനെയൊക്കെ ചിന്തിക്കണം. അപ്പൊ അതൊക്കെ വിലയിരുത്തൽ ഉണ്ടായാലും മാത്രമേ പറ്റുള്ളൂ, അതാണ് പറയുന്നത്. Then evaluate the effectiveness and efficiency of health programs. ഹോസ്പിറ്റൽസിലെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി ഒക്കെ എന്താ പറയുക, ഇവാലുവേറ്റ് ചെയ്യുക, നമുക്ക് വിലയിരുത്താൻ പറ്റും. അതുപോലെ തന്നെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാം. ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമല്ല, അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനും ഓഡിറ്റിംഗ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ മെഷർ പ്രസന്റ് പെർഫോമൻസ്. ഇപ്പൊ നിലവിലുള്ള പെർഫോമൻസുകളൊക്കെ എന്ത് ചെയ്യുക? വിലയിരുത്തുക അല്ലെങ്കിൽ അളക്കുക. ഓരോ സ്റ്റാഫിന്റെയും പെർഫോമൻസ് മെഷർ ചെയ്യുക. മാത്രമല്ല ഹെൽപ്പ് ഡെവലപ്പിംഗ് ഒബിയസ് സ്റ്റാൻഡേർഡ്സ്. പുതിയ സ്റ്റാൻഡേർഡുകൾ കൊണ്ടുവരാനായിട്ട്. പുതിയ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ എപ്പോഴും നിൽക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല, വി ഹാവ് ടു റേസ് അവർ സ്റ്റാൻഡേർഡ്. നമ്മുടെ നിലവാരം മാറ്റണം. അതാണ് ഒരു ഓർഗനൈസേഷന്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഒരേ നിലവാരത്തിൽ എപ്പോഴും ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ പ്രോഗ്രസ്ഡ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല. നമ്മൾ പ്രോഗ്രസ്ഡ് ആവാറില്ലേ? ദാറ്റ് മീൻസ് നമ്മളുടെ ജീവിത നിലവാരം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വർദ്ധിക്കാറില്ലേ? ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ അവർ സാലറി ഓർ ഇൻകം there will be increase in the standard of our living. അല്ലെ? തീർച്ചയായിട്ടും നമ്മളുടെ വരുമാനം മാറുന്നതനുസരിച്ച്, വരുമാനം ഇൻക്രീസ് ചെയ്താൽ അവരവരുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മാറും. പണ്ട് ആളുകൾക്ക് ദിവസത്തില് എത്ര രൂപയാണ് കൂലി കിട്ടിയിരുന്നത്, അല്ലെ? ഇന്ന് ആ ദിവസ വേതനക്കാരുടെ കൂലി നോക്കി കഴിഞ്ഞാൽ ഒത്തിരി മാറ്റമുണ്ട്. That means there is a raise in the standard of living. ജീവിത നിലവാരം ആളുകളുടെ മാറി. പണ്ടത്തെ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മനുഷ്യന്മാർ ജീവിക്കുന്നത്. നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടില്ലേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗില്, അല്ലെ? പണ്ട് നമ്മൾ ഏത് വാഹനമാണ് ഉപയോഗിച്ചിരുന്നത്? ചിലപ്പോൾ വാഹനമൊന്നും ഉണ്ടായിരുന്നില്ല, വിളിച്ചപ്പോ നടന്ന് ആയിട്ടായിരിക്കും നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പോവുക. അല്ലെങ്കിൽ നമുക്ക് 2 വീലേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കിൾ ആയിരുന്നിരിക്കാം. ഇന്നത് മാറി. ഇന്ന് 2 വീലേഴ്സിന്റെ ഇൻസ്റ്റഡ് ആ സൈക്കിളിന് പകരം നമുക്ക് മറ്റ് മോട്ടോർ വെഹിക്കിൾസ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി, അല്ലെ? അതുപോലെ തന്നെ അത് മാറിയിട്ട് ചില ആളുകളുടെ ഇൻകം അതിനേക്കാൾ വർദ്ധിച്ചു വന്നപ്പോ എന്ത് ചെയ്തു? അവര് 2 വീലേഴ്സ് മാറ്റി അത് 4 വീലറിലാക്കാൻ തുടങ്ങി യാത്ര. പിന്നീട് കുറെ കൂടിയൊക്കെ സാലറിയുടെ കൂടി മെച്ചപ്പെട്ട ജോലിയൊക്കെ കിട്ടി ഒരു 7, 8 ഒക്കെ ആക്കാനുള്ള ശമ്പളമൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ യാത്ര എളുപ്പമാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഫ്ലൈറ്റിലും പോകും, അല്ലെ? സോ our standard of living will increase due to the increase in our salary. തീർച്ചയായിട്ടും നമ്മുടെ ഇൻകം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിത നിലവാരം കൂടും. അതുപോലെ ഒരു ഹോസ്പിറ്റൽസിൽ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ തന്നെ നിൽക്കാനാണോ? അല്ല, അവരുടെ ലെവല് മാറണമെങ്കിൽ എങ്ങനെയാണ്? അവർ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ കൂടുതൽ സ്റ്റാൻഡേർഡിലേക്ക്
ഓരോ കാര്യങ്ങളും പെർഫോമൻസുകളൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കും. സോ അതിന്റെ ഒപ്പത്തിലേക്ക് ഓരോ വർക്കേഴ്സും ജോലിക്കാരും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ അവിടേക്ക് എത്തണം, ആ ഒരു ലെവലിലേക്ക്. മനസ്സിലായി? അതാണ് ഡെവലപ്പിംഗ് ഹൈ സ്റ്റാൻഡേർഡ്സ്. പിന്നെ റെക്കമെൻഡ്സ് വാട്ട് റിക്വയർസ് ടു ബി ചേഞ്ച്ഡ്. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുത്തണോ, ആ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള റെക്കമെൻഡേഷൻസ് നമുക്ക് നടത്താൻ പറ്റുന്നത് ഓഡിറ്റിംഗിലൂടെ മാത്രമാണ്. ഹെൽപ്പ് ടു മൊബിലൈസ് റിസോഴ്സസ്. പലതരത്തിലുള്ള വിഭവങ്ങൾ, അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് പല വിഭവങ്ങളുണ്ട് അല്ലെ. ക്യാപിറ്റൽ വേണം, ലാൻഡ് വേണം, അതുപോലെ എന്താ പറയാ ഒരു ഓർഗനൈസർ വേണം, ഇതിനൊക്കെ ലേബർ ആവശ്യമുണ്ട്. അപ്പൊ ഒരുപാട് റിസോഴ്സസ് വേണം. ആ റിസോഴ്സസ് മാറ്റങ്ങൾക്ക് അനുസരിച്ച് ആ റിസോഴ്സസിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഓഡിറ്റിംഗിൽ മാത്രമാണ്. കൂടുതൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുമ്പോൾ എല്ലാ മേഖലകളിലെയും റിസോഴ്സസും നമ്മൾ എന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കണം. അല്ലാണ്ട് പറ്റൂല. കൂടുതലും വർധന എന്താ പറയാ ഡെവലപ്മെന്റ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ ആ ഡെവലപ്മെന്റിനനുസരിച്ചിട്ട് അതനുസരിച്ചുള്ള എംപ്ലോയീസ് വേണം അല്ലെ, വേണ്ടേ? അപ്പൊ എംപ്ലോയീസ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ ജോലിക്കാർ, ലേബർ എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ് കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട്. അപ്പൊ അത് കൊണ്ടുവരണം. അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടുവന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ഓഡിറ്റിംഗ് ചെയ്യുന്നു. അപ്രൈസസ് ദ പാസ്റ്റ് ആൻഡ് മോഡിഫൈ ദ പ്രസന്റ് പ്രോസസ്. പഴയ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരണോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് പുതുമകൾ കൊണ്ടുവരണോ, അതൊക്കെ മാറ്റം കൊണ്ടുവരിക. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഓഡിറ്റിംഗ് തന്നെയാണ്. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ട് നമ്മൾ വിചാരിക്കരുത്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി അസസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ഓഡിറ്റ് ചെയ്താൽ മാത്രമാണ് എവിടെയൊക്കെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണമെന്ന് വിചാരിച്ച് അത് കൊണ്ടുവരാനും സാധിക്കുള്ളൂ, അത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദീസ് ആർ ദ പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പർപ്പസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ അല്ലേ? പോയിന്റ് വായിച്ചു നോക്കിയാൽ മതിയല്ലോ അല്ലെ? എല്ലാം കുറെ കാര്യങ്ങളെല്ലാം തന്നെ എന്താ പറയാ എല്ലാ ഇമ്പ്രൂവ്മെന്റുകൾ വരുത്താൻ വേണ്ടിയാ. ഇമ്പ്രൂവ്മെന്റുകൾ വരുത്തണമെങ്കിൽ എന്താണ് പോരായ്മ എന്നറിയാം. പോരായ്മ എങ്ങനെ അറിയാൻ പറ്റും? പോരായ്മ എന്താണെന്ന് ഒരാളുടെ മുഖത്ത് നോക്കി നമുക്ക് അയാളുടെ പോരായ്മകൾ മനസ്സിലാക്കാൻ പറ്റുമോ? നമുക്ക് അതിനുള്ള കഴിവുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവർക്കും ഇല്ലല്ലോ, ചിലർക്കൊക്കെ ഉണ്ടാവുമല്ലേ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവർക്ക് ഇല്ലാത്തത് എന്നൊക്കെ മുഖത്ത് നോക്കി മനസ്സിലാക്കാൻ ചിലർക്കേ പറ്റുള്ളൂ, എല്ലാവർക്കും പറ്റില്ല. അതുപോലെ അത് ഒരു വ്യക്തിപരമായ കാര്യം. അതേസമയം ഒരു ഓർഗനൈസേഷനിലെ പോരായ്മകളൊക്കെ എവിടേക്കുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ all things should be assessed and evaluated. തീർച്ചയായിട്ടും പല രീതിയിലും പല മേഖലകളും പല ഡിപ്പാർട്ട്മെന്റൊക്കെ എന്താ പറയാ പരിശോധിച്ച് സ്ക്രൂട്ടിനൈസ് ചെയ്ത് ഓരോ വിലയിരുത്തലുകൾ നടത്തി ആ പറയുന്ന ഓഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ പോരായ്മകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓഡിറ്റിംഗ് തീർച്ചയായും വേണ്ടതാണ്. അടുത്തത് പ്രീ റിക്വിസിറ്റ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ട ചില വ്യവസ്ഥകളാണ്. ആ പറയാൻ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളിൽ ചില തെറ്റുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും ഞാൻ ക്ലിയർ ചെയ്യാം. അതിനുശേഷം നിങ്ങളൊന്ന് നമുക്ക് ബാക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ പ്രീ റിക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം തന്നെ അതൊന്ന് കണക്ട് ചെയ്യട്ടെ ഞാൻ, അല്ലാതെ ക്ലിയർ ആവില്ല. അതായത് പ്രീ റിക്വിസിറ്റ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ട അത്യാവശ്യം വേണ്ട ഒരു റിക്വിസിറ്റ്, ദാറ്റ് മീൻസ് ഒരു മുൻ വ്യവസ്ഥ എന്താണ്, എന്ത് അടിസ്ഥാനത്തിലാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. പ്രധാനമായിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ട രണ്ട് വ്യവസ്ഥകളേ ഉള്ളൂ. ഒന്ന് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി. ഇതിനൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ ഓഡിറ്റിംഗ് നടത്തുന്ന ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. അത് കുറച്ച് ആൾക്കാർ കൂടി തീരുമാനങ്ങളൊക്കെ പലതും എടുത്ത് അത് ഓരോരുത്തരും അവരവരെ ഏറ്റെടുത്ത് ചെയ്യാൻ പ്രാവർത്തികമാക്കാൻ കെൽപ്പുള്ള ഒരു ഗ്രൂപ്പ്. അതാണ് എന്താ പറയാ കമ്മിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പെരുന്നാൾ കമ്മിറ്റി, ഉത്സവ കമ്മിറ്റി, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? പെരുന്നാളുകൾക്ക് ഉത്സവത്തിനൊക്കെ കമ്മിറ്റിയെ രൂപീകരിക്കും. സോ എന്തിനാ അതൊക്കെ പ്രോപ്പറായിട്ട് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാ. കാരണം ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സാധനത്തില് ഉണ്ടായിരിക്കും അല്ലെ, വെടിക്കെട്ട്, മറ്റു കാര്യങ്ങൾ, അത് ഇതെന്നൊക്കെ പറഞ്ഞ കുറെ കാര്യം ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് എല്ലാം നടത്തണം. ഒരാളുടെ നിലയിലേക്ക് ഇതെല്ലാം കൂടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അതൊരു ബേർഡൻ ആകും. അവസാനം ഒരു കാര്യവും മര്യാദയ്ക്ക് നടക്കില്ല. അതിന് പകരം എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാം. ആ കമ്മിറ്റിയിൽ ഓരോരുത്തർക്കും അതിന്റെ കൃത്യമായ കാര്യങ്ങൾ ചുമതല ഏൽപ്പിച്ചു കൊടുക്കാം. സോ അതെല്ലാം കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യും. കാരണം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായി ചെയ്യാൻ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവളായിരിക്കാം. അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്തം ഞാൻ ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ ചെറിയ ബാധ്യതകളല്ലേ, ഉത്തരവാദിത്തങ്ങളല്ലേ, വേഗം നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യമൊന്നും ഒന്നും നടക്കില്ല. അതല്ലേ അങ്ങനെയല്ലേ ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽസിൽ ഒരു മെഡിക്കൽ ഓഡിറ്റ് നടത്തണമെങ്കിൽ അതിനാദ്യം തന്നെ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം. കമ്മിറ്റി മാത്രം പോരാ, ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കണം. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡും ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഇത് രണ്ടുമാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. ഇതിന് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ റെക്വിസിറ്റുകൾ, പ്രീ റെക്വിസിറ്റുകളാണ് കേട്ടോ. അതിന് വേണ്ട ചില വ്യവസ്ഥകളാണ്. എന്തൊക്കെയാ? ഒന്ന്, ഒരു മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി.
രണ്ട് ഒരു വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന് അറിയാം. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ അത് ചെറിയ തെറ്റ് വന്നേക്കണം. എനിക്കത് അത്ര അങ്ങോട്ട് തേച്ചില്ല. അതൊന്നും ഞാനത് നമുക്ക് കൃത്യമായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രീതികളിലെ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതിന്റെ ചെയർമാനാണ് ഈ കമ്മിറ്റിയുടെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ ഒരാളായിരിക്കും ഇതിന്റെ ചെയർമാൻ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇതാ ഒരു ഹൈഫൻ ഇതാ, അവിടെ ചെയർമാൻ ഇതാ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അംഗമായിരിക്കാം ഇതിന്റെ ചെയർമാൻ. ഏതിന്റെ? മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ. എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? കാണാൻ പറ്റണമെങ്കിൽ പറയും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ ഒരു ചെയർമാൻ. ഓക്കെ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓഫീസർ ഇൻചാർജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസർ ഇൻചാർജ്. മെഡിക്കൽ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം വേണ്ടിയിരിക്കുന്ന ഒരു ഓഫീസർ ഇൻചാർജ് ഉണ്ട്. ആ ആള് ആരായിരിക്കും അറിയോ? മെമ്പർ സെക്രട്ടറി ആണ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് മെമ്പർ സെക്രട്ടറി എന്ന് എഴുതാം. മെമ്പർ സെക്രട്ടറി. ഓഫീസർ ഇൻചാർജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് അതിന്റെ മെമ്പർ സെക്രട്ടറി ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഹെഡ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ് ഈ പറയുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളാണ്, മെമ്പേഴ്സ് ആണ്. മെമ്പേഴ്സ് ഓൾ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ഹെഡ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ് ഈ ഒരു കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കും. സ്ട്രക്ചർ മനസ്സിലായോ? ആ സ്ട്രക്ചർ അവിടെ ഉദ്ദേശിച്ചത് എന്താണ്? ഹൈഫൻ ഇടാൻ വിട്ടുപോയതാണോ? അത് എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് പോയതാണോ? നമുക്കറിയില്ല. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. അപ്പൊ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം. ആ കമ്മിറ്റിയുടെ സ്ട്രക്ചർ ആണ് നമ്മളിപ്പോ പറഞ്ഞ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ ഒരു ചെയർമാൻ. പിന്നെ ആരാണ്? ഓഫീസർ ഇൻചാർജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡുകൾ ചെയ്തു വെച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസർ ഇൻചാർജ് ഇതിന്റെ മെമ്പർ സെക്രട്ടറി ആണ്. ആൻഡ് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡുകൾ ഇതിന്റെ മെമ്പേഴ്സുമാണ്. അപ്പൊ ഇത്രയും പേരടങ്ങുന്ന ഒരു മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഇനി അതുപോലെ തന്നെ ഈ കമ്മിറ്റി രൂപീകരിച്ച് വെച്ചാൽ മാത്രം മതിയോ? എന്ത് കാര്യത്തിനും കമ്മിറ്റി കൂടിയാൽ മാത്രം മതി? അല്ല, രൂപീകരിച്ച് വെച്ചാൽ മാത്രം മതിയോ? അല്ല, അവര് അത് മാസത്തിലൊരിക്കല് അത് എന്താ പറയാ ഒരുമിച്ച് ചേർന്ന് മീറ്റ് ചെയ്തിട്ട് ഒരു ഫിക്സഡ് ഡേറ്റില്, മാസത്തിലൊരിക്കലും ഒരു ഫിക്സഡ് ഡേറ്റില് അവര് മീറ്റ് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും കൃത്യമായി അസസ് ചെയ്ത് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ വിലയിരുത്തണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുചേർന്ന് എന്ന് ഏതെങ്കിലും മാസത്തില് ഏതെങ്കിലും ഒരു ഫിക്സഡ് ഡേറ്റ് അതിന് വേണ്ടി വെച്ചേക്കണം. അല്ലാണ്ട് നമുക്ക് സൗകര്യമുള്ളപ്പോ എല്ലാവർക്കും കൂടി കൂടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ആ ഒരു സൗകര്യം എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ച് ഒരു സൗകര്യം വരുന്ന ദിവസം ഉണ്ടാവുമോ? ഈവൻ നമ്മുടെ വീട്ടിൽ നടക്കുന്നില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും സൗകര്യമുള്ള സമയത്ത് ഒരു ഇന്ന കാര്യം ചെയ്യാം. ഒരു 10 പേര് കൂടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് എല്ലാവരും കൂടി സൗകര്യത്തിന് ഒരു ദിവസം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഔട്ടിങ്ങിന് പോകാം. എല്ലാവരുടെയും കൂടി സൗകര്യമൊന്നും ഒത്തൊന്നും ഒരു വർഷത്തിൽ ഒരു ദിവസം പോലും വരില്ല. സോ ഇഫ് യു ആർ ഫിക്സിങ് എ ഡേറ്റ്, ഒരു പർട്ടിക്കുലർ ദിവസം നമ്മൾ അതിന് വേണ്ടി ഫിക്സ് ചെയ്ത് വെക്കുക. ഇന്ന ദിവസം നമ്മൾ എല്ലാ മാസത്തിന്റെയും ഫസ്റ്റ് മൺഡേ അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം? മീറ്റിംഗ് കൂടണം ഈ കമ്മിറ്റിക്കാർ. കാരണം എന്താ? ഈ പറയുന്ന ഇവാലുവേഷൻസ് അസസ്മെന്റുകളൊക്കെ നടത്തി അതിന്റെയൊക്കെ റിസൾട്ട് നമുക്ക് അവർക്കത് പരസ്പരം ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ എവിടെയൊക്കെയാണ് പോരായ്മകൾ കണ്ടെത്തിയത്, ആ പോരായ്മകളൊക്കെ എങ്ങനെ നമുക്കതിനെ എന്താ പറയാ ഇല്ലാതാക്കാം എന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ മീറ്റിംഗ് അവർ ഹെൽഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അവര് സ്ട്രക്ചർ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഇതാക്കിയതാണ്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയപ്പോ, അതായത് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തേണ്ടതിന്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളാണ് 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്തിരിക്കണം. 2, ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കണം. അതില് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതിന്റെ ചെയർമാൻ ആണ്. പിന്നെ എന്താ പറയാ ഓഫീസർ ഇൻചാർജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസർ ഇൻചാർജ് എന്ന് പറയുന്നത് മെമ്പർ സെക്രട്ടറി ആയിരിക്കും. ആൻഡ് ഹെഡ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് അതിന്റെ മെമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് ദേ ഹാവ് ടു മീറ്റ് once in a month on a fixed date. എല്ലാ മാസത്തിന്റെയും ഒരു ഫിക്സഡ് ഡേറ്റിൽ ഇവര് ഒരു മീറ്റ് ചെയ്യണം. എല്ലാവരും ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഒരു വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്. വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ?
അതായത് ഒരു മെഡിക്കൽ റെക്കോർഡ് നല്ല കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത രീതിയിൽ, മെഡിക്കൽ റെക്കോർഡുകൾ കൃത്യമായി അറേഞ്ച് ചെയ്ത ഫോർമാറ്റിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വെക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽസിൽ. അപ്പൊ അതിനകത്ത് ഹോസ്പിറ്റലിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, കണക്കുകളുമായി ബന്ധപ്പെട്ടതുണ്ട്, ഹോസ്പിറ്റലിന്റെ മറ്റ് റിസോഴ്സസ്, ഒരുപാട് റിസോഴ്സ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, ഒരുപാട് മെഡിക്കൽ റിസോഴ്സസുകൾ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങള്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റുകൾ, ഓരോ ഹോസ്പിറ്റലിലും പല കാര്യങ്ങളും യൂസ് ചെയ്യുന്നതിന്റെ, യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ റേറ്റുകൾ, അതുപോലെ അഡ്മിഷൻ ഡാറ്റാസ്, ഇതെല്ലാം തന്നെ മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് വരുന്നതാണ്. അപ്പൊ നല്ല ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് എന്തുണ്ടായിരിക്കണം, എവിടെ ഉണ്ടായിരിക്കണം, ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെക്കണം എന്നുള്ളതാണ്. മെഡിക്കൽ റെക്കോർഡ് എല്ലാം കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തതായിരിക്കണം, അല്ലെങ്കിൽ ഓഡിറ്റിങ് വളരെ ബുദ്ധിമുട്ടായി തീരും. അപ്പൊ കൃത്യമായിട്ടാണെങ്കിൽ ഓഡിറ്റിങ് എളുപ്പമാകും. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ക്ലിയർ ആയോ? ആ ഒരു പ്രീ റിക്വിസിറ്റ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് മനസ്സിലായോ? അതിന്റെ നമ്മൾ വരുത്തിയ മാറ്റമൊക്കെ ക്ലിയർ ആയല്ലോ? ആർക്കും എന്താ പറയാ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ആ 2 പോയിന്റ്, മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നതും വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നതും ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തതിലേക്ക് പോട്ടെ. സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജസ് ആണ്, പ്രധാനപ്പെട്ട തലങ്ങൾ. എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ തലത്തിലൂടെയാണ് നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റിംഗ് കടന്നു പോകുന്നത്? ഒന്ന്, പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, ഓഡിറ്റിന് വേണ്ടി തയ്യാറാകുക. സെലക്ടിങ് ക്രൈറ്റീരിയ, മാനദണ്ഡം തിരഞ്ഞെടുക്കുക. മെഷറിംഗ് പെർഫോമൻസ്, പെർഫോമൻസുകൾ അളക്കുക. അതുപോലെ തന്നെ മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്, മാറ്റങ്ങൾ കൊണ്ടുവരിക, വികസനങ്ങൾ, ഇംപ്രൂവ്മെന്റുകൾ അല്ലെ കൊണ്ടുവരിക. പിന്നെ അതുപോലെ സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്, ആ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവന്നാൽ മാത്രം പോരാ, മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവന്നിട്ട് അത് നിലനിർത്തുക. എന്നും അങ്ങനെ തന്നെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ തന്നെ താഴേക്ക് പോകരുത്. റീ ഓഡിറ്റ്, ഓഡിറ്റിങ് വീണ്ടും നടത്തുക. റീ ഓഡിറ്റ് ചെയ്ത ഓഡിറ്റുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഓഡിറ്റ് ചെയ്യില്ല, ഒന്നുകൂടി പുനഃപരിശോധിക്കണ്ടേ? തീർച്ചയായിട്ടും അത്തരം പുനഃപരിശോധനയും ആവശ്യമാണ്. ഇതെല്ലാം തന്നെ ക്ലിനിക്കൽ ഓഡിറ്റിങ്ങിന്റെ സ്റ്റെപ്സ് ആണ്. ആ ക്ലിനിക്കൽ ഓഡിറ്റിങ്ങിന്റെ സ്റ്റെപ്പുകൾ 6 നമ്മൾ പറഞ്ഞ്, ആ 6 വീണ്ടും ഒന്നും കൂടി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇവിടെ ഇങ്ങനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്റ്റേജസ് കേട്ടാ. അപ്പൊ 6 സ്റ്റേജസിൽ പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ, മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്, സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ് ആൻഡ് റീ ഓഡിറ്റിംഗ്. ഇങ്ങനെ 6 സ്റ്റേജസ് വീണ്ടും റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 3 ഇല്ലേ, ഏതാണ്? പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റും സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയയും അതുപോലെ മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസും 3 ഡയഗ്രംസ് പോലെ, ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് 3 4, 5, 6 അത് 3 ഇങ്ങനെ ഒരു നോട്ടുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് എന്താണ് ഈ പറയുന്ന സ്റ്റേജസ് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ? ഒന്നാമത്തേത് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, ഓഡിറ്റിന് വേണ്ടി തയ്യാറാക്കുക. ഓഡിറ്റിന് വേണ്ടി തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഓഡിറ്റ് നടത്തണമെങ്കിൽ ഒരു തയ്യാറെടുപ്പ് ആവശ്യമുണ്ട്. ഓടി അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ അസസ് ചെയ്താൽ മതിയോ? പറ്റില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഒരു പ്ലാനിങ് ഒക്കെ ആവശ്യമുണ്ട് അല്ലെ? നമ്മൾ ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ആദ്യം പ്ലാനിങ് ഒക്കെ ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഇത് ആർക്കൊക്കെയാണ് ഈ ഒരു ഇൻഫോർമേഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റിംഗ് നടത്തുന്നത്, ഏത് പർപ്പസിനാണ്, അതൊക്കെ അറിയണം. എന്നിട്ട് പ്ലാനിങ് ചെയ്യണം. പിന്നെ എന്താ പറയാ, അതിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അതിന് നമ്മുടെ ഓഡിറ്റിങ്ങിന് തന്നെ നമ്മൾ മുൻഗണന കൊടുക്കണം, പ്രയോറിറ്റൈസ് ചെയ്യണം. ഓഡിറ്റിങ് ഏത് രീതിയിലാണ് നടത്തുന്നത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിന് മുൻഗണന കൊടുക്കണം. ഒരു ടോപ്പിക്, ഏത് രീതിയിലുള്ള എന്താ പറയാ ഓഡിറ്റിംഗ് ആണ് നമ്മൾ നടത്തുന്നത്, അതിനെ കുറിച്ചൊരു ടോപ്പിക് തയ്യാറാക്കണം. അങ്ങനെ പല പല കാര്യങ്ങൾ ഒന്നാമത്തെ സ്റ്റേജിലുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഇതൊക്കെയാണ് നടത്തേണ്ടത്. പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റേജില് യൂസേഴ്സ് ഇൻഫോർമേഷൻ, പ്ലാനിങ് ഓഡിറ്റ്, ഡിഫൈനിങ് ദ പർപ്പസ്, എന്ത് ഉദ്ദേശത്തിനാണ്, പിന്നെ എന്താ പറയാ പ്രയോറിറ്റൈസ് ഓഡിറ്റ്, അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് എ ടോപ്പിക്, ഒരു ടോപ്പിക് ഓഡിറ്റിന് വേണ്ടി സെലക്ട് ചെയ്യുക. ഇതെല്ലാം കൂടി ആദ്യം തന്നെ ചെയ്തു വെക്കണം. ഇത് ഓരോന്നോരോന്നായിട്ട് പല രീതിയിൽ എവിടത്തൊക്കെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്, എവിടെ തുടങ്ങണം, എങ്ങനെയാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യണം. അതിനുശേഷം ഇതെല്ലാം അറേഞ്ച് ചെയ്തതിനു ശേഷം മാത്രമേ താഴേക്ക് പോകുള്ളൂ, സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകണം. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജിൽ ഏതൊക്കെ വരികയെന്ന്
അപ്പൊ ഫസ്റ്റ് സ്റ്റേജില് ഓഡിറ്റിംഗിന്റെ ഒന്നാമത്തെ സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിപ്പയറിംഗ് ഓഫ് ഓഡിറ്റ് ആണ്. പ്രിപ്പയറിംഗ് ഓഫ് ഓഡിറ്റിൽ ഏതൊക്കെയാണ് വരുന്നത്, ഏതൊക്കെയാണ് താഴെ പറയുന്നതിൽ പ്രിപ്പയറിംഗ് ഓഫ് ഓഡിറ്റിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിങ്ങനെ യൂസേഴ്സ് ഇൻഫോർമേഷൻ, സെലക്ടിങ് എ ടോപ്പിക്, പ്രയോറിറ്റൈസ് ഓഡിറ്റ്, ഡിഫൈനിങ് ദ പർപ്പസ്, പ്ലാനിങ് ഓഡിറ്റ്, ഇതെല്ലാമാണ് ഒന്നാമത്തെ സ്റ്റേജിൽ വരിക. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ എന്തൊക്കെയാണ് വരിക നോക്കിയാൽ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ, മാനദണ്ഡം തെരഞ്ഞെടുക്കലാണ്. സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ, അപ്പൊ മാനദണ്ഡം തെരഞ്ഞെടുക്കുമ്പോൾ എന്ത് വരണം, ഡിഫൈനിങ് ക്രൈറ്റീരിയ അല്ലെ, എന്താണ് മാനദണ്ഡം നമ്മൾ എന്താണെന്ന് വ്യക്തമാക്കണം. എന്ത് മാനദണ്ഡത്തിലാണ് നമ്മൾ ഈ ഓഡിറ്റിംഗ് നടത്താൻ പോകുന്നതെന്ന്. അതിനുശേഷം സോഴ്സ് ഓഫ് എവിഡൻസ്, ഇതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസുകൾ നമ്മൾ എവിടെ നിന്ന് കിട്ടുന്നു നോക്കണം. ഈ എന്താ പറയുക, ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ ഉറവിടം ഏതാണ് അത് മനസ്സിലാക്കണം. തെളിവുകളുടെ ഉറവിടം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അപ്രൈസിങ് ദ എവിഡൻസ്, ഈ എവിഡൻസുകളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റു രീതിയിൽ എല്ലാം മറ്റു കാര്യങ്ങളുമായിട്ട് എന്തൊക്കെയാണോ എവിഡൻസ് അതുമായിട്ട് ഒത്തുനോക്കി നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ അതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. അത് രണ്ടാമത്തെ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയയിൽ വരുന്നതാണ്. അപ്പൊ ഓരോന്നും അങ്ങനെയാണ് ചോദിക്കേണ്ടത്. പ്രിപ്പയറിംഗ് ഓഫ് ഓഡിറ്റിൽ ഏതൊക്കെയാണ് വരിക, അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയയിൽ എന്തൊക്കെ വരും, അടുത്തത് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ് ആണ്. അത് നമ്മൾ അടുത്ത ദിവസം എടുക്കുന്നുള്ളൂ. ഞാൻ ഇപ്പൊ ഈ ഒരു പേജ് കൂടി എടുക്കാൻ ഉദ്ദേശിച്ചതല്ല, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് ഇവിടെ വരെ എടുക്കാനേ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പൊ സമയമുള്ളത് കൊണ്ട് ഇപ്പൊ ഇത്രയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് സ്റ്റേജിൽ നിൽക്കൂലേ, അതുകൊണ്ടാണ് മോർണിംഗ് സെഷനിലൊക്കെ എടുക്കുന്ന അത്രയും തന്നെ നമ്മൾ ഉച്ചയ്ക്ക് എടുക്കാറുള്ളൂ. പക്ഷെ ഇന്നിപ്പോ വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾ അധികം വേണം അല്ലെങ്കിൽ ഒന്നുകൂടി പറയണമെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് അവിടെ വരെ എത്തി. അപ്പൊ സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് 6 എണ്ണം, അതില് 2 എണ്ണം ജസ്റ്റ് ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ. അടുത്ത ദിവസം നാളെ നമ്മളുടെ ക്ലാസ് ഇനി ഒന്നും കൂടി ഉണ്ട് കേട്ടോ. നാളത്തെ കൊണ്ട് ഐ ക്യാൻ കംപ്ലീറ്റ് ദിസ് പോർഷൻ, ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യും. എത്ര വരെ ഉള്ളൂ നമുക്ക് അടുത്ത ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. 2 പേജ് ഉള്ളൂ. 2 പേജിൽ 3 പേജ്, അതിൽ 1 പേജ് ഈ ഒരു ഡാറ്റ ഇങ്ങനെ ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിരിക്കുന്നതാണ്. അത് എളുപ്പം തീരും. ആ 3 ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ടിക്ക് ചെയ്തോ NB എന്നിട്ട് വെച്ചേക്കാം കേട്ടാ. ഓരോന്നിലും പ്രിപ്പയറിംഗ് ഓഫ് ഓഡിറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ, സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ, മെഷറിംഗ് ഓഫ് പെർഫോമൻസിൽ വരുന്നത് എന്തൊക്കെയാ, ഇനി വീണ്ടും ഉണ്ട് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിൽ എന്തൊക്കെയാണ് വരുന്നത്, സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റിൽ എന്തൊക്കെ വരുന്നു, റീ ഓഡിറ്റിൽ എന്തൊക്കെ വരുന്നു. ആ 6 സ്റ്റേജിലും വരുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അതപ്പോ ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കാം. 6 എണ്ണത്തിന്റെ ടോപ്പിക്കിന്റെ അവിടെ. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ ഇത്രയും വരെ? പിന്നെ ബാക്കി ഭാഗം ഞാൻ അടുത്ത ദിവസം എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ അധികം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ടോപ്പിക് ആയതുകൊണ്ട് കൂടിയാണ് കുറെ ഇങ്ങനെ വലിച്ചു വാരി എടുത്തു കഴിഞ്ഞാൽ ഉള്ളത് കൂടി ആദ്യം പറഞ്ഞത് കൂടി തന്നെ ആകെ കൊളായി പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ വരെ എടുക്കുന്നുള്ളൂ. മോർണിംഗിലും ഞാൻ അത്രയും എടുക്കാൻ ഉദ്ദേശിച്ചുള്ളൂ. കാരണം എന്താ വെച്ചാൽ കൂടുതൽ പറയുമ്പോൾ ചില ടോപ്പിക്സ് നമുക്ക് അത്രയും അങ്ങോട്ട് തിരിക്കില്ല. അപ്പൊ നിങ്ങൾ വെറുതെ ആദ്യം ഇച്ചിരെങ്കിലൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും കൂടി മനസ്സിലാകാതെ പോകുകയും കുറെ ഓവർലോഡ് ആയിട്ട് വരുമ്പോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് നിർത്തിയത് മോർണിംഗിലും. പിന്നെ എല്ലാവരും പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കണ്ടോ? ഇനി നമുക്ക് അധികം ക്ലാസ്